പവൻ ഗോൾ തിരൂർ. തുലാമാസവാവിൽ ബലിതർപ്പണം നടത്താൻ തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തി. പുലർച്ചെ 2 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ബലിതർപ്പണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും കടവുകളിൽ ഒരുക്കിയിരുന്നുവെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തുലാമാസവാവിൽ ബലിതർപ്പണം നടത്താൻ തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ നീളനദിക്കടവിൽ തടിച്ചുകൂടിയത് ആയിരക്കണക്കിന് ഭക്തരും. പുലർച്ചെ 2 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കർക്കിടവാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തുലാമാസത്തിലാണ് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തുന്നത്. ബലിതർപ്പണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും കർമ്മികളും പരികർമ്മികളും ചേർന്ന് കടവുകളിൽ ഒരുക്കിയിരുന്നുവെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ധാരാളം ഭക്തർ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 2:30 മുതലാണ് ബലിതർപ്പണം തുടങ്ങിയത്. ക്ഷേത്രത്തിലെ 15 കർമ്മികളുടെ കർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നിട്ടുള്ളത്. ഇവർക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ്, ഫയർഫോഴ്സ്, മുങ്ങൽ വിദഗ്ധർ, തോണി, അതുപോലെ തന്നെ ഡോക്ടർ, മെഡിക്കൽ സംഘം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. താമസിക്കാൻ ഇന്നലെ ഉച്ച മുതലേ ആളുകൾ പല ഭാഗത്തുനിന്നും വന്നിരുന്നു. താമസിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ സത്രം, വിശ്രമ മന്ദിരം, അനുബന്ധ സ്ഥലങ്ങളിലൊക്കെ തന്നെ താമസ സൗകര്യം ഒരുക്കിയിരുന്നു. ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട്, കൊടക്കൽ താഴത്തുള്ള ഗ്രൗണ്ട്, നിള പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവ സജ്ജമാക്കിയിരുന്നു. വാഹനങ്ങളും ജനക്കൂട്ടും പോലീസ് നിയന്ത്രിച്ചപ്പോൾ അഗ്നിശമന സേനയും മുങ്ങൽ വിദഗ്ധരും ചേർന്ന് പുഴയിൽ സുരക്ഷയൊരുക്കി. ദർപ്പണത്തിന് ശേഷം നവാമുകുന്ദനെ വണങ്ങി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണം ദേവസ്വം ഒരുക്കിയിരുന്നു. തിരുനാവായ ദേശീയ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ചുക്കുകാപ്പി വിതരണവും ഉണ്ടായിരുന്നു. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയും തിരുനാവായിൽ സജീവമായിരുന്നു.